guys, welcome back to Car Garage. Car Garage എന്ന് വന്നിരിക്കുന്നത് കാർ ഗാരേജിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയാനായിട്ടാണ്. അപ്പോൾ നമ്മളുടെ ഗാരേജിൽ ബൂത്തിലൊരു വണ്ടി പെയിൻറ്റിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സിൽവർ കളർ ആയിരുന്ന ഒരു വണ്ടിയായിരുന്നു, ഈ ഒരു ടൈപ്പ് വണ്ടിയായിരുന്നു. അതെ, ഈ ഒരു പെയിൻറ്റിങ് ആയി. അപ്പോൾ ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. ഡെൻറ്റിങ് വർക്കും പാച്ച് വർക്കൊക്കെ ഉണ്ടായിരുന്ന വണ്ടിയാണ്. നല്ല രീതിയിൽ ഒരു തിരുവനന്തപുരം വണ്ടിയാണ്. അപ്പോൾ ബൂത്തിലെ വിശേഷങ്ങൾ ഇതാണ്. നമുക്ക് പുറത്തേക്ക് പോവാം. പുറത്തേക്ക് പോകുമ്പോൾ ഇവരുടെ ബമ്പറും കാര്യങ്ങളൊക്കെ ഇവിടെ പെയിൻ്റ് അടിക്കാൻ റെഡി ആയി നിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു ഫാദറിൻ്റെ വണ്ടിയാണിത്, പത്തനംതിട്ട വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് പെയിൻറ്റിങ് കഴിഞ്ഞു. പെയിൻറ്റിങ് കഴിഞ്ഞിട്ടുള്ള കട്ടിങ് 1G3 എന്ന് പറഞ്ഞാൽ ഗ്രേ കളറാണ് ഇതിന് അടിച്ചിരിക്കുന്നത്. ഈ വണ്ടി ഫ്രണ്ട് സെറ്റിങ് സൗണ്ട് ഉണ്ട്, ശ്രമിക്കണം. ഈ വണ്ടി ഫ്രണ്ട് സെറ്റിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് സിൽവർ കളർ വണ്ടിയാണ്. അപ്പോൾ ഫ്രണ്ടിലെ ബോഡി കാര്യങ്ങളെല്ലാം സെറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ നമ്മൾ പുറത്തേക്ക് വരുമ്പോൾ ഒരു ഫോർച്യൂണർ ഇവിടെ വർക്കിംഗ് പ്രോസസ്സിലാണ്. ഫോർച്യൂണർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു സെലിബ്രിറ്റിയുടെ വണ്ടിയാണ് കേട്ടോ. നമ്മളുടെ ജിസ്ജോയുടെ വണ്ടിയാണ്. അതായത് വിജയ് സൂപ്പറും പൗർണമിയും അതേപോലെ തന്നെ നമ്മുടെ അല്ലു അർജുനൊക്കെ സൗണ്ട് നൽകുന്ന ആദ്യത്തിൻ്റെ വണ്ടിയാണ്. അപ്പോൾ ടച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നതാണ്. അപ്പോൾ 4 ഡോറ് ഫുള്ളായിട്ട് പെയിൻറ്റിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ വീഡിയോസ് സെപ്പറേറ്റ് അടുത്തത് വരുന്നതാണ്. അതേപോലെ തന്നെ വേറൊരു സാധനം ഇവിടെ വന്നിട്ടുണ്ട്, ബെൻസ് ഈ ക്ലാസ്സിന് സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നൊരു വണ്ടിയാണ്. ആ ഒരു ക്വാർട്ടർ പാനലിൻ്റെ ആർച്ച് കറക്റ്റ് ചെയ്ത് ഡെൻറ്റ് ചെയ്തെടുത്തു. ഇത് ഉള്ളിലേക്ക് പോയേക്കായിരുന്നു. അതേപോലെ ഈ 2 ഡോറ് പെയിൻറ്റിങ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ വർക്കിംഗ് പ്രോസസ്സിലാണ് കേട്ടോ. ഹോണ്ട സിറ്റി സ്കർട്ടിങ് നമ്മൾ അന്ന് സെറ്റ് ചെയ്തിരുന്നു. പക്ഷേ പെയിൻറ്റിങ് അടിച്ചതിന് ശേഷം സെറ്റിങ് ചെയ്താൽ പ്രോപ്പറായിരിക്കുന്നതായതുകൊണ്ട് തന്നെ പെയിൻറ്റിങ് അടിച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ സെറ്റിങ്ങാണ് ഇതിൻ്റെ. ഒരു പേൾ വൈറ്റ് അടിച്ചിട്ടുണ്ട്, പക്ഷേ കട്ടിങ്ങൊന്നും കഴിഞ്ഞിട്ടില്ല, അടിച്ചിട്ടിട്ടുള്ളൂ. അതേപോലെ ഇവിടെ പാച്ച് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇന്നോവ തമിഴ്നാട് വണ്ടിയാണ്. ഈ സൈഡ് ഷേപ്പിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. പക്ഷേ ഈ സൈഡ് പാച്ച് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഗാരേജിൻ്റെ ഉള്ളിൽ നടക്കുന്ന വർക്കിംഗ് പ്രോസസ്സും കാര്യങ്ങളൊക്കെ. പക്ഷേ ഗാരേജിൻ്റെ ഇപ്പുറത്തൊരു പറമ്പുണ്ട്. അവിടെ വരണമെങ്കിൽ ഓരോ വണ്ടിയുടെയും അഴിക്കലും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ആ ഒരു വണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ബോഡി ഉരക്കലും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വണ്ടിയുടെ പ്രൈമർ കോട്ട് കഴിഞ്ഞു. ഒരു മലപ്പുറത്തുനിന്ന് കൊണ്ടുവന്ന വണ്ടിയാണ്. KL10 AJ4818. ബോഡി ഷേപ്പിംഗ് എല്ലാം കഴിഞ്ഞ് സൈഡ് പ്രൈമർ കോട്ടും കാര്യങ്ങളെല്ലാം കഴിഞ്ഞെടുക്കണം. പിന്നെ ഇത് പാർട്സുകളെല്ലാം റിമൂവ് ചെയ്ത് ഫ്രണ്ട് സെറ്റിങ് ചെയ്യും കേട്ടോ. അതേപോലെ അങ്ങോട്ട് പോകണമെങ്കിൽ ഒരു തമിഴ്നാട് വണ്ടി അഴിക്കലും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ വണ്ടിയുടെ അഴിക്കലും കാര്യങ്ങൾ ചെയ്യണം. അതുപോലെ തന്നെ ഈ ഒരു വണ്ടിയുടെ അഴിക്കലും കാര്യങ്ങളൊക്കെ ചെയ്യണം. ഈ വണ്ടി കുറച്ച് ഡെൻ്റ് ഉണ്ട്, അത് തീർത്തിട്ടുണ്ടെങ്കിൽ ബാക്കിൽ കുറച്ച് ഡെൻ്റ് ചെയ്തിരുന്നു. അത് കഴിഞ്ഞാൽ ഇത് ഫ്രണ്ട് സെറ്റ് ചെയ്ത് വർക്കിംഗ് പ്രോസസ്. അതേപോലെ ഈ വണ്ടി വർക്കിംഗ് പ്രോസസ്സിലാണ്. ഇതൊരു AP ആന്ധ്രാപ്രദേശ് വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ ബോഡി ഷേപ്പ് ഏകദേശം കഴിഞ്ഞു എന്ന് പറയാം. എന്നാലും വരയ്ക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. എന്നിട്ട് ഫുള്ളായിട്ട് പ്രൈമർ കോട്ട് വരുന്നതാണ് കേട്ടോ. പിന്നെയുള്ള വണ്ടി ഇന്നലെ വന്ന വണ്ടിയാണ്. ഇന്നലെ ഞാനിവിടെ ഉണ്ടായിരുന്നില്ല. ഈ ഒരു വണ്ടി വന്നിട്ടുണ്ട്. അതേപോലെ ഈ ഒരു വൈറ്റ് വണ്ടി. ഈ ഡിക്കി ഇതിൻ്റെ ചേഞ്ച് ചെയ്യുന്നുണ്ട്, കാരണം ഡിക്കി ഭയങ്കര മോശം. അപ്പോൾ ഡിക്കിയെല്ലാം വാങ്ങി വെച്ചിട്ടുണ്ട്. പാച്ച് വർക്ക് ആ വണ്ടിയുടെ ഒന്ന് ഫ്രീ ആയിട്ടുണ്ടെങ്കിൽ അടുത്ത ഈ വണ്ടി ഡിക്കിയും കാര്യങ്ങൾ സെറ്റ് ചെയ്യും. സൈഡിൽ ചെറിയ തട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാ പാർട്സുകളും റിമൂവ് ചെയ്ത് കഴിഞ്ഞ വണ്ടി. അതേപോലെ ഇതൊരു ടാക്സി വണ്ടിയാണ്. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. ഈ വണ്ടി ഫുൾ വർക്കാണ്. അപ്പോൾ ഇതും പ്രൈമർ കോട്ട് കഴിഞ്ഞ് കിടക്കുന്നു. അടുത്ത പെയിൻറ്റിങ് ബൂത്തിൽ പോണ വണ്ടി ഇതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വർക്കിംഗ് പ്രോസസ്സിലാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഗാരേജിലെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മുടെ ഹോണ്ട സിറ്റിയുടെ സ്കർട്ടിങ് ആയിട്ട് അടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഗാരേജിൽ വിശേഷങ്ങൾ.
അപ്പോൾ ഗ്യാരേജിൽ വിശേഷങ്ങൾ ചെയ്തുകൊണ്ട് ജസ്റ്റ് ഒരു വീഡിയോ ചെയ്തതാണ്. കാരണം നല്ല നല്ല വണ്ടികൾ, പ്രീമിയം വണ്ടികൾ, ബെൻസ് ക്ലാസ് വന്നു, അതേപോലെ ഫോർച്യൂണർ വന്നു. അതൊരു സെലിബ്രേറ്റഡ് വണ്ടി എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ അങ്ങനെയുള്ള വണ്ടികളൊക്കെ നമ്മളുടെ ഗ്യാരേജിൽ വന്നു തുടങ്ങി, ഭയങ്കര സന്തോഷം. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഈ ഒരു ദിവസത്തെ എന്തൊക്കെയാണ് വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് ചെയ്തുകൊണ്ടൊരു വീഡിയോ ചെയ്തതാണ്. അപ്പോൾ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ സ്കോർപ്പിയോ അതെ ഫുൾ പെയിൻറ്റിങ് എല്ലാം കഴിഞ്ഞു. വണ്ടി ഇപ്പോൾ പോളിഷിങ്ങിലായി, സെറ്റിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇൻറ്റീരിയർ സൈഡിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ഈ ഒരു കളറൊക്കെ കിടക്കുന്നത്. അപ്പോൾ ഇത് മാറ്റി നമ്മൾ ഒരു എന്താ പറയുക, BJ കളറാക്കും. അതായത് നമ്മളുടെ ഡാഷ്ബോർഡിനൊക്കെ വരുന്ന കളറുണ്ടല്ലോ, ആ ടൈപ്പ് കളറൊക്കെ ആക്കി മാറ്റും. ഇപ്പോൾ പെയിൻറ്റിങ് എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതിന് സെറ്റിങ്സ് ചെയ്തിട്ട് ആ സാധനങ്ങൾ ഇപ്പോൾ ഇൻ്റർ സൈഡ് കാര്യങ്ങളൊക്കെ അയച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അതെല്ലാം അയച്ചെടുത്ത് അതെല്ലാം BJ കളറാക്കി മാറ്റി ഫുൾ സെറ്റിങ് ചെയ്യും കേട്ടോ. When I see you dancing, I'm like, hola, 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 hola. With your move fancy, make me wanna hola, 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 hola. I got your attention, spending that moolah, 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 moolah. I'm a drop popping, pocket, swola, 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 swola. Swola, 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 swola. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മളുടെ ഗ്യാരേജിലേക്ക് വണ്ടികൾ വരാനും നമുക്ക് നല്ല രീതിയിൽ ചെയ്തു കൊടുക്കാനും സാധിക്കുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ തുടർന്നും നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.